ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നല്ലത് തെറ്റ്. എല്ലാവരും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വരെ വീഡിയോകളങ്ങനെ ഇടുന്നുണ്ടല്ലോ. പലരും കുറേ ആളുകളൊക്കെ കാണുന്നുണ്ട്. കാണുന്നവർക്ക് നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യണം. നമ്മളിതൊരു പുതിയൊരു വൈതനങ്ങ തൈ ടെറസിൻ്റെ മുകളിൽ വെച്ചായിരുന്നു. വൈതനങ്ങ മരം അയക്കുന്നത് തെയ്യമെന്നൊക്കെ പോയിക്കുന്നത് 2 കൊല്ലം പ്രായമായി. 2ാമത്തെ കൊല്ലമാണത്. ആ 2ാം കൊല്ലം ഇതാ വേറൊരു ഗ്രോ ബാഗിലായിരുന്നു. അതിപ്പോൾ നേരെ പെട്ടിക്കാക്കിയെന്നുള്ളൂ. ഒരു ടെർമാകോളിൻ്റെ ബോക്സിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നല്ല കായ്ച്ചിരുന്നു. വേനൽക്കൊക്കെ നല്ലോണം ഇറക്കാണ്ടായിരുന്നു. നല്ല നീല വൈതണേന് ഉണ്ട വൈതളങ്ങ. പക്ഷേ എന്തോ ഒരു ഇല കൊഴിച്ചിൽ കണ്ടപ്പോൾ ഒന്ന് വന്നു നോക്കിയത്. അപ്പോൾ അടുത്തൊന്നും മഴ ഇതിൻ്റെ ദിവസം വന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈ അടിയിലേ എന്തോ ഒരു ഫംഗസ് വന്നിട്ട് മരട് മൊത്തം അലിഞ്ഞ് വയ്ക്കണം. മരം ഇല്ലയെന്ന് പറഞ്ഞ മാതിരി ഇരിക്കണം. എന്താണ് മരത്തിൻ്റെ തൊലിയില്ല. അതൊക്കെ തൊലിയാണ്. ആ വെള്ളപ്പൊടികളൊക്കെ കണ്ട് മുഴുവൻ അതിൻ്റെ തൊലി ചീഞ്ഞ് പോയതാണ്. അപ്പം ഇനിയിപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ആ മോൾ ഭാഗം ഒക്കെ ഇവിടെ ഒക്കെ പറ്റ പോയി ഇനി അതിൻ്റെ ആ കൊഴുപ്പുമില്ല. മരം നല്ല വൃത്തിയാക്കണം. അതുകൊണ്ട് ഉണങ്ങാനാണ് സാധ്യത. ഇനി അല്ലെങ്കിൽ മുകളിൽ നിന്ന് വേരിറങ്ങണം. മുകളിൽ നിന്ന് വേരിറങ്ങിയാലേ കഴിച്ചിലാവുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ മുകളിൽ നിന്ന് ഒന്നാണ്ട് വൃത്തിയാക്കിയിട്ട് 2 കീസ മണ്ണാണ്ട് കെട്ടി കൊടുത്താലേ 2 മരമായിട്ട് നമുക്ക് മാറ്റാം. ആ കുറ്റി അവിടെ നിന്ന് കിട്ടിയാൽ കുറ്റിനെ വേറൊരു മരവും കൂടി ആയിട്ട് അപ്പോൾ 3 മരമായി മാറും. പൊടിച്ച് കിട്ടിയാൽ പൊടിക്കണം. പൊടിക്കാൻ്റെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോകളൊന്നും ക്ലിയറായിട്ട് കാണണില്ല. അത് ക്യാമറ ക്ലിയറല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന് പറ്റാവുന്നത്ര. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പിഴവുകൾ ഇനി നമ്മളെ വാക്കിലോ അല്ല നമ്മൾ ചെയ്യുന്ന ജോലിയിലോ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ വന്നേക്കാം. എല്ലാവരും ക്ഷമിക്കണം. ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് നേരിട്ട് പോവാം. ഒന്ന് അതിൻ്റെ മുരടൊന്ന് കഴുകി കൊടുക്കണം. ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി കളയാം. നല്ല നേരിട്ടാണ് പോയിക്കോളും. നല്ല നേരെ മൊത്തം പേര് പോയി ചീഞ്ഞു പോയി. കടലപ്പിണ്ണാക്കും പച്ചവളം കൂടി ചേർത്ത് ഇതിന് ആദ്യമൊന്ന് വളമ ഒഴിച്ചു കൊടുത്തിരുന്നു. കടലപ്പിണ്ണാക്ക് പറ്റിയില്ല എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കടലപ്പിണ്ണാക്ക് ചിലപ്പം ചില സാധനങ്ങൾക്ക് ചീച്ചിൽ വരാൻ കൂടുതൽ ഇതാണ്. പച്ചവളത്തിന് കുഴപ്പം വരില്ല. നമ്മൾ കൊടിവള്ളിക്കൊക്കെ വെറ്റിലക്കൊടിക്കൊക്കെ ചെയ്യുമ്പോൾ കടലപ്പിണ്ണാക്ക് കലക്കി ചാണകവും കലക്കിയിട്ട് മിക്സ് ചെയ്ത് കലക്കുന്ന സമയത്ത് അതിന് നല്ലോണം ചില വള്ളിമൊക്കെ തട്ടാൻ പാടില്ല. വള്ളിമ തട്ടിക്കഴിഞ്ഞാൽ അത് വള്ളി ചീയലുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം നമ്മൾ. ഒന്നായിട്ട് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് ഒരു പൊതിച്ചില്ല. ഇവിടെ 2 മുട്ട ഇവിടെ വേണം. എന്നാലേ നമുക്ക് ഇനി അത് പറ്റി ഇയാൾ പൊടിക്കുകയാണെങ്കിൽ ഒന്ന് ഇതിലും കൊടുക്കുക, ഒന്ന് ഇതിലും കൊടുക്കണം. 2 കൊടുക്കണം. 2 കൊടുക്കണമെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ ഈ തൊലിയൊന്നും ഇങ്ങനെ മെല്ലെ എടുത്ത് കളയാം. ഇതിൻ്റെ സ്കിന്ന് ഇങ്ങോട്ട് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഒന്നാണ് വൃത്തിയാക്കി കൊടുത്താൽ ഓക്കെ. ഒരു 1.5 ഇഞ്ച് വീതി നീളത്തിലെ അതിൻ്റെ മുകളിലുള്ള സ്കിന്ന് ഒഴിവാക്കി കൊടുക്കുക.
ആ തൊലിയാണ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഒഴിവാക്കി കൊടുത്ത് നമ്മൾ ചെറിയൊരു തൊലി ഉള്ളൊരു പശ ഉണ്ടാവും, ആ പശ ഒഴിവാക്കി കൊടുക്കും. അല്ലേ പറ്റുള്ളൂ. തൊലി കുറച്ച് ഹാർഡായിട്ടുള്ള തൊലിയാണ്, നല്ല മൂപ്പുള്ള തൊലിയാണ്. അതുകൊണ്ട് നമുക്ക് നഖം കൊണ്ട് ഇങ്ങോട്ട് എടുക്കാൻ കഴിയൂല. നഖം കൊണ്ട് എടുക്കണമെങ്കിൽ പണിയാണ്. എന്താ ഇതുപോലെ കണ്ടിച്ചിട്ട് അടിയിൽ നിന്ന് തൊലി ഇല്ലാത്തതുകൊണ്ട് വേഗത്തിൽ വരേണ്ടതാണ്, ഒന്നും പറയാൻ വയ്യ. ചെയ്ത് നോക്കുക. കാരണം നമുക്ക് കുറച്ച് കാലം ഏകദേശം ഒരു 2 കൊല്ലം ഇതിൽ നിന്ന് അറുത്ത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചോറ്റിലേക്ക് ഒരു ചെറിയ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അതിപ്പോൾ ഇല്ലാതായി. പിന്നെ ഉറക്കം കണ്ടപ്പോൾ വന്നു നോക്കിയതാണ്. ആ ഉറക്കം നമുക്ക് പണി തന്നു. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ലേ? ഓക്കെ, കാണുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതും ചെയ്യട്ടെ. വീഡിയോ ഇന്നലെ തന്നെ ഒരു വീഡിയോ ലോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ. അപ്പോൾ കണ്ടില്ലേ, 2ൻ്റെ സ്കിന്നും നമ്മൾ റിമൂവ് ചെയ്ത് ഇനി ഒന്ന് തോർത്തുകൊണ്ട് നല്ല വൃത്തിയുള്ള തുണിയാണ്. ഏതെങ്കിലും ചളികളൊന്നും പറ്റില്ല. അപ്പോൾ വീണ്ടും ഫംഗസുകളൊക്കെ വരും. അപ്പോൾ ഒന്ന് തോർത്തിയിട്ടേ ഇനി നമുക്ക് മണ്ണ് എന്താ ചെയ്യുക, ചകിരിച്ചോറ് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ബന്ധാക്കി കട്ടാക്കി ഇടുകയാണ്. എന്താണ് ലെങ്ത്ത് കൂടുക എന്നുള്ളൊരു പേടി. ലെങ്ത്ത് കൂടിയാലും കുടുങ്ങിയില്ലേ. അപ്പോൾ അതിന് വേണ്ട നമുക്ക് രണ്ട് കിജ്ജ് വേണം. നമ്മളെ കിജ്ജ് റെഡിയായി. മണ്ണുംപൊതി റെഡി ആയിട്ടാ. മണ്ണുംപൊതിയാണ് വേണ്ടത്. ഇപ്പം അതിൻ്റെ ഉള്ള നമ്മളെ ഈ ഹോർമോൺ ഇത് നമ്മൾ തന്നെ നിർമ്മിച്ച ഹോർമോണാണ്, വാങ്ങിയതല്ല. വാങ്ങിയതുണ്ട്. അപ്പം ഇതിന് വൈതളങ്ങയ്ക്ക് നമ്മളെ ഹോർമോണ് ധാരാളമാണ്. വൈതളങ്ങ വേഗം വേര് വരുന്ന സാധനമാണ്, പെട്ടെന്ന് വേരിറങ്ങുക. അപ്പോൾ നമ്മളെ ഹോർമോണ് മതി. ഇപ്പം നല്ല പുരട്ടി കൊടുത്തിട്ട് അത് തേച്ച് കൊടുക്കുക. സ്വയം ഹോർമോണാണ്. അത് തേച്ച് കൊടുത്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, നമ്മളെ മണ്ണിൻ്റെ പൊതി നല്ലൊരു പോളിസ്റ്റർ. അതിന് പ്രത്യേകിച്ച് കയറൊന്നും വാങ്ങണമെന്നില്ല. വാങ്ങിച്ചിട്ട് കുഴപ്പമില്ല. കയറൊക്കെ വാങ്ങിയിട്ട് ഒരു 10 രൂപേൻ്റെ കയറായാലും മതി. ഇതിപ്പോൾ നമുക്ക് ഉപയോഗശൂന്യമായ എന്തെങ്കിലുമൊക്കെ തുണികളുണ്ടാവും പഴയ കീറിയതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കൊണ്ടെടുത്തിട്ട് ഇതുപോലൊരു കഷ്ണമാണ് ചീന്തി വെക്കുക. ആദ്യം നമ്മൾ ഇവിടെ ഒരു കെട്ടാണ് കെട്ടി കൊടുക്കുക. എന്താണെന്നാൽ ഇവിടെ കളഞ്ഞ് വരാനുള്ളത്. അപ്പോൾ പിന്നെ ആദ്യം കെട്ടി അവിടെ പിടിച്ച് നിന്നോളും. അപ്പോൾ നമുക്ക് കെട്ടാൻ എളുപ്പം, ചുറ്റാൻ എളുപ്പം, ചുറ്റി എടുക്കാൻ എളുപ്പമാവും. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നാണ് പുതിയ ജസ്റ്റ് അതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഇയാളൊന്നാണ് പൊളിക്കുക. കണ്ട
ഇയാളങ്ങനെ ഒന്നിട്ട് പൊളിച്ചിട്ട് ഇപ്പോഴത്തെ സെൻറ്ററായില്ലേ, സെൻറ്റർ വരെയാണ് പൊളിച്ചാൽ മതി. സെൻറ്റർ പൊളിച്ചിട്ട് ഇതിലിപ്പോൾ നമ്മൾ ചേർത്തക്കണ്ട് കമ്പോസ്റ്റ് ചകിരിയും കമ്പോസ്റ്റ് മണ്ണും കൂടിയാണ്, കമ്പോസ്റ്റിൻ്റെ മണ്ണും കൂടിയാണ്, കമ്പോസ്റ്റ് ഉണ്ടാക്കിയ മണ്ണും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളെ ഹോർമോൺ വീണ്ടും ആഡ് ചെയ്യുക, ലേശം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾ ഇതേമാതിരിയാണ് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വല്ല ചെമ്പരത്തിയോ പനനീറോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, വീട്ടിൽ തന്നെ ബെഡ് ചെയ്തിട്ടും എയർ ലൈനിങ് ചെയ്തിട്ടൊക്കെ ചെയ്യുക. എന്നിട്ട് നേരെ ഇങ്ങോട്ട് പിടിക്കുക. ഇതിൻ്റെ ഒത്ത സെൻറ്ററിൽ വരണം. ഇതിൻ്റെ പ്രത്യേകത അതാണ്, ഇതിൻ്റെ ഒത്ത സെൻറ്ററിൽ വരിക. സെൻറ്ററിലാക്കിയിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുക. അങ്ങനെ പൊതിഞ്ഞിട്ട് അതിൻ്റെ മേലൊരു പേപ്പറും വെക്കണം, എന്നാലേ നടക്കുകയുള്ളൂ. അല്ല ഞാൻ ചിലപ്പം പുള്ളിക്കാരൻ ചാടിച്ച് വരും. തിരിച്ച് വെക്കുകയല്ലോ, വെള്ളത്തിൻ്റെ ഗതി ഒഴിവാക്കാം. നിങ്ങൾക്ക് വെള്ളം ഇറങ്ങണ്ട, വെള്ളം ഇറങ്ങിയാൽ പണി കിട്ടും, എടുത്ത പണി ഫയലായി പോകും. അപ്പോൾ ആദ്യമായിട്ട് കാരനൊന്നുണ്ടേ ഒന്ന് ഡിറ്റി കൊടുക്കുക. അതിപ്പോൾ അവിടെ നിൽക്കുള്ളൂ. പേപ്പർ പൊട്ടാണ് എടുക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് എടുത്തത് കുറച്ച് നീളം കൂടിപ്പോയി, ചുറ്റിയിട്ട് കഴിയാത്ത പോലെ. നന്നായി ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. ഇനി നമുക്ക് അടുത്തത് ഒരു സീലിംഗ് കൂടി മാണത്, ഒരു പേപ്പറും ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലൊരു പേപ്പറും കൂടി ചുറ്റി കൊടുത്താൽ വെള്ളമിറക്കം ഒഴിവാക്കാം. അപ്പോൾ അതിൻ്റെ മേലെ രണ്ടാമത്തെ പേപ്പർ വെച്ച് നമ്മൾ കെട്ടിക്കൊടുത്തു. ഞാൻ അതേമാതിരി മറ്റതും കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇനിയിട്ടൊരു 3 മാസം കഴിയുമ്പോഴത്തിന് 2 മാസം കൊണ്ട് തന്നെ വേര് വരും. അതിലോട്ട് പുതിയ വേര് വരും. റൂട്ടിങ് എളുപ്പം വരാനുള്ള മരുന്നാണ് വെച്ചത്. അപ്പോൾ ഇനിയിട്ട് നമുക്ക് എന്താ നേരെ അടിയിലുണ്ട് കട്ട് ചെയ്തിട്ട് ഇതിലിങ്ങ് കട്ട് ചെയ്യാം. ഇതിലുണ്ട് കട്ട് ചെയ്തിട്ട് ഈ കീസൊക്കെ ഉണ്ട് ഒഴിവാക്കി റിമൂവ് ചെയ്തിട്ട് വേറെ നേരിട്ട് മണ്ണിലോട്ടാണ്ട് വീണ്ടും വെച്ച് കൊടുത്താൽ ഉടനെ കായ് വരും. അപ്പം ശിഖരങ്ങൾ പുതിയ ശിഖരങ്ങൾ വരുമ്പോൾ തന്നെ പൂവോട് കൂടിയായിരിക്കും വരിക. അപ്പോൾ നോക്കുക. അപ്പോൾ രണ്ടിൻ്റെ പരിപാടി കഴിഞ്ഞ് സുഹൃത്തുക്കളെ. പിന്നെ ഇവിടെ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യണേ കുറച്ച് ലോങ് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ചെറിയൊരു എന്തുണ്ടെങ്കിലും ഒന്നും കൂടി മറച്ചു കൊടുത്തിട്ട് വെയിലട്ടിയാലോ കീസ ചിലപ്പം പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് ചെറിയൊരു മറയും കൂടി കൊടുക്കണം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മറ്റുള്ളവരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ അടിച്ചാൽ നമ്മൾ വിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലെ ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ കേട് വന്നാൽ കണ്ടില്ലേ ഇത്രയും ഭാഗം ഫുള്ള് കേടാണ്. അപ്പോൾ അതിൻ്റെ വേരൊക്കെ മൊത്തം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ ഇവിടെ വേര്
വരും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയ അടുത്തായിട്ട് ശിഖരങ്ങൾ വരുമ്പോഴേ വേര് വന്ന ഉടനെ വെട്ടി നടുന്ന സമയം നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ 2-3 മരമായിട്ട് ചിലപ്പോൾ മാറും, ചിലപ്പോൾ പിടിക്കും. ഇവിടെ ലേശം പച്ച ഉണ്ട്, ഇവിടെ കുറച്ച് ഭാഗം സ്കിന്ന് പോയിട്ടില്ല. അപ്പോൾ ഒരു കൈകി കൊടുത്തുകൊണ്ട് സാറാവും. ഇനി ഇവിടെ പുതിയ മണ്ണിട്ട് കൊടുക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. പുതിയ മണ്ണും അല്ലെങ്കിൽ ചകിരിയൊക്കെ വെച്ച് കൊടുത്താൽ ശരിയാവും. അപ്പോൾ ഇതിന് വെള്ളം നിൽക്കണുണ്ടാവുന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. വെള്ളം ഞാൻ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഇതിലൊന്നാണ്ട് തുരന്ന് കൊടുക്കണം. തുരന്നെടുത്ത് ചിലപ്പോൾ വെള്ളത്തിലൊന്നാണ്ട് മുളിച്ച് അവിടെ ഉണ്ട്, പക്ഷെ മുളിച്ച് പോരാന്നൊരു ഡൗട്ട്. വെള്ളത്തിനെ ഒഴിവാക്കാനുള്ളൊരു മാർഗം ആണെന്നോ വെള്ളമാണ്. ചിലപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് വേരാണ്, വെള്ളമൊന്നുമില്ല. ഇതിൽ ചണ്ടിയാണ്, ചകിരിയും ചണ്ടിയൊക്കെയാണ്. മണ്ണ് കൂടുതലില്ല, മണ്ണ് ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ എല്ലാവർക്കും നല്ല പറ്റേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഹമ്മദ് സ്വാഗതമാണ്.